ജ്യോതി കൃഷ്ണ സംവിധാനം ചെയ്ത് PSPK പവർ സ്റ്റാർ പവൻ കല്യാൺ നായകനായിട്ട് വന്നിട്ടുള്ള സിനിമയാണ് ഹരഹര വീരമല്ലു ഹരിഹര വീരമല്ലു പാർട്ട് 1 ദ ബാറ്റിൽ ബിഗിൻസ്. അപ്പോൾ കീരവാണി സാർ സ്വർഗീയ സംഗീതമാണ് നിങ്ങൾ അത്രയും നമുക്ക് വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സ്കോറാണ് നിങ്ങൾ ചെയ്യുന്നത്. അതൊക്കെ നല്ല സിനിമകൾക്ക് യൂസ് ചെയ്യും. ഇതുപോലത്തെ സിനിമകൾക്കൊക്കെ ഇതൊക്കെ എടുത്തിട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടുള്ളത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയേറെ ഗംഭീര സ്കോറാണ്. ഇതൊക്കെ വല്ല DSP ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ പടം വേറെ തലത്തിൽ പോകുമായിരുന്നു. അത് പോവാതെ പിടിച്ചു നിർത്തിയത് ഒരു പരിധി വരെ കീരവാണി സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്ന് പറയാം. അതുപോലെ സിനിമയിൽ ആർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. തോട്ട ധരണിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫിയോ ഒക്കെ മനോജ് പരമഹംസ നല്ല വർക്കായിരുന്നു. ഇതല്ലാതെ ഈ സിനിമയിൽ പിന്നെ പവൻ കല്യാൺ പുള്ളിയുടെ ഒരു ഔട്ട്ഫിറ്റും ഇതൊക്കെ വെച്ച് പുള്ളി ആ ക്യാരക്ടറിനെ അഭിനയിച്ച് കുളമാക്കിയതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി നന്നായിട്ട് തന്നെ കൊടുത്ത ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പടം ഇത്രയും CGI ഇത്രയും ദുരന്ത CGI ഉള്ളൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പണ്ട് വിനയൻ ചെയ്യുന്നത് അത് ഇതിനേക്കാളും നല്ല CGI ആണെന്ന് എനിക്ക് തോന്നിപ്പോണം. പണ്ടത്തെ പടങ്ങൾ ആ ഒരു ടെക്നിക്കലി അത്രയും നമുക്ക് സാധ്യതയുള്ള സമയത്ത് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത്ര പോലും ക്വാളിറ്റി ഇല്ലാത്ത CGI ചെയ്തവന് ഇതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞു പോയി തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അവന് രാത്രി ഒന്നും ഇത് ചെയ്യാനുള്ള സമയം കിട്ടിക്കാണല്ലോ. അതുകൊണ്ട് ഉള്ളത് മതി കൊണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടായിരിക്കും. കുതിരകളൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കിടുക അന്തരീക്ഷത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി നടക്കണത്. അതുപോലെ കുറേ കാർട്ടൂൺ നെറ്റ്വർക്ക്, ആന, പുലി, കുറുക്കൻ. ചില സീരിയലിലൊന്നും ആൾക്കാരുടെ ചെവികളൊന്നും കാണാനില്ല. ഗ്രീൻ സ്ക്രീൻ കാരണം കട്ട് ചെയ്തോയില്ലേ, അത്രയും വേസ്റ്റ് CGI ഒരു തരത്തിൽ. ഇത്രയും ഈ പടത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് VFX ഡിപ്പാർട്ട്മെൻറ്റിൽ. അത് തീരെ വർക്കായിട്ടില്ല, അത് കൊള്ളത്തില്ല, അത് കാണാൻ തന്നെ അരോചകമായിരുന്നു. പിന്നെ ഈ പടത്തിൽ വേറെ എടുത്ത് പറയാനൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഡിങ്കൻ്റെ സ്കീമാണ്. അയ്യോ പങ്കിലക്കാട്ടിന് തീ പിടിച്ചേ, എവിടെ ഡിങ്കൻ എന്ന് പറയുമ്പോൾ ഡിങ്കൻ വരുന്നു, രക്ഷിക്കുന്നു, ഡിങ്കൻ ദൈവം. ഈ ഒരു സാധനമാണ്, ഇതാണ് സ്കീം. ഇത് പക്ഷേ 1-2 സീനാണെന്നല്ല, ഇത് ത്രൂ ഔട്ട് ഈ പടത്തിൽ ഇത് തന്നെ സംഭവം. ഇത് മറ്റേ വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു ആളെക്കുറിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഇത് ഈ പടം കാണുമ്പോൾ ഇയാളേതോ ദൈവത്തിനെ പോലത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അമാനുഷികനാണ് പരിപാടി. അദ്ദേഹവും ഇപ്പോൾ പിന്നെ ഔറംഗസേബ് ഉണ്ടല്ലേ, അപ്പോൾ എല്ലാ പടത്തിലും ഒരു ബലിയാടായിട്ട് വരുന്ന ഒരു ടീമാണ് ഔറംഗസേബ്. ഇപ്പോൾ ഈ ബാഹുബലി ദിനത്തിലും ഈ സിനിമയിൽ ബലിയാടാക്കിയിരിക്കുന്നത് ഔറംഗസേബാണ്. ഔറംഗസേബിൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് ബോബി ഡിയോൾ, കോമഡി പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കങ്കുയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അലറിപ്പടിപ്പിക്കില്ല. ഇതിൽ അലർക്കമില്ല, പകരം ഇങ്ങനെ ഉരുട്ടി പഠിപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് വരും, ഇങ്ങനെ ഉരുട്ടി പഠിപ്പിക്കും, പോകും. ഇത്രയേ ഉള്ളൂ, വേറെ ശല്യമൊന്നുമില്ല. പാവപ്പെട്ട ഒരു വില്ലൻ ഔറംഗസേബ്. പിന്നെ ഇതാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ കുറേ ഇതൊക്കെ കാണിച്ച് ഇവിടുത്തെ കാലഘട്ടവും 1700-കളിലൊക്കെ നടക്കുന്ന ഒരു കഥയാണ്. തുടക്കത്തിൽ സത്യരാജിനെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരത്തേക്ക് സത്യരാജ് പിന്നെ അത്രയും ഡേറ്റ് കൊടുത്തോളം എന്ന് വിചാരിച്ചപ്പോഴേക്കും അവസാനം എങ്ങാണ്ട് ഒരു ആകാശത്തിൽ കൂടി ഒരു വാണം പോകണം നോക്കി ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട്. അത്രയും സത്യരാജ്. ഒരുപാട് പേരുണ്ട് കേട്ടോ ഈ സിനിമയിൽ. ഇദ്ദേഹം ഒരു കള്ളനാണ് ബേസിക്കലി. കള്ളൻ എന്ന് പറഞ്ഞാൽ നന്മയുള്ള കള്ളൻ. പണക്കാരെന്ന് ഇതൊക്കെ മോഷ്ടിച്ചിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു, അവർക്കാണ് അർഹതപ്പെട്ടതെന്നുള്ള നന്മയുള്ള ഒരു കള്ളൻ. പടത്തിലെ കുറേ നേരം ഈ കറക്കണ്ട് കുഴിച്ചെടുക്കണ വെച്ചിട്ട് കാണിച്ച് കുറേ നേരം തള്ളിക്കൊണ്ടുപോയി. പിന്നെ നായിക വരുന്നു, നിധി അഗർവാൾ. അത് വേറൊരു കോമഡി. വായിൽ ആരോ വെച്ച് ഇടിച്ചു കൊടുത്തെന്ന് തോന്നുന്നു. അത്രയ്ക്ക് കുടം കണക്കിന് രക്തം തുപ്പി വെച്ചിരിക്കും പോലെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വാരിയിട്ടുകൊണ്ട് വരെയാണ്. ആ ക്യാരക്ടറിനൊന്നും യാതൊരു കൺസിസ്റ്റൻസി ഇല്ല. വെറുതെ ഒരു നായികയാണ്, ഇടയ്ക്ക് വയറൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഡാൻസൊക്കെ വേണമെന്നുള്ള നിർബന്ധത്തിൽ എടുത്തിട്ടിരിക്കുന്ന ഒരു നായിക. കാർട്ടൂൺ പാറകളൊക്കെ വന്ന് വീഴുന്നു. പിന്നെ ഒരു ഭയങ്കര ഹെവി ഫൈറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ബാഹുബലിയിലുള്ള കോഴ തോറ്റ് തല കുരിഞ്ഞ് പോണാണ് തോഴ, ഉള്ള ഉയിര് വെച്ചിട്ട് അടിക്കുന്നവനാണ് ധീരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതിപ്പം നായകനല്ല, വേറൊരു കൊച്ചാണ് സൈഡിൽ നിന്ന് പറയണത്. മറ്റേ ഈ പടത്തിലെ തമിഴ് പടം 2-ൽ മറ്റവളെ ലാസ്റ്റ് കൊല്ലൂല്ലേ, അതുപോലത്തെ ഒരു കൊച്ച് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പുലിമുരുകനിൽ പട്ടിയ മോഹൻലാൽ നോട്ടം കൊണ്ട് ഇങ്ങനെ അടക്കി കിടത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന് വരെ ഇതിലൊരു സാധനമുണ്ട് കേട്ടോ. കുറുക്കൻ്റെ അടുത്ത് പക്ഷെ കുറുക്കൻ്റെ അടുത്ത് സംസാരിക്കും ചിരിക്കുമ്പോൾ അടത്ത് എന്നൊക്കെ പറയും. ഭയങ്കര രസമാണ്. നല്ല ഇത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മലങ്കൾട്ടായിട്ട് കാണാൻ പറ്റില്ല. ഇത് മലങ്കൾട്ടായിട്ടും കാണാൻ പറ്റില്ല, നല്ല സീരിയസ് ആയിട്ട് ആസ്വദിക്കാനും പറ്റില്ല. ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ പിടിച്ച ഒരു സിനിമ. ആ മനുഷ്യൻ ഈ വീരമല്ലു എന്നുള്ള മനുഷ്യരെ കണ്ട് എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്
ഇത്രയും വെറുപ്പിച്ചാൽ പോരാ, കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലേവർ ആഡ് ചെയ്യും പോലെ റെഡിങ് ഡിസ്ലി ഇടയ്ക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, അത്രയും ഭാഗം പുള്ളിക്കാരൻ്റെ ഒരു സ്വതവേ ഉള്ള ഒരു ശൈലി വെച്ചിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഹരീഷ് പേരടിയൊക്കെ ഉണ്ട് കേട്ടോ, യാത് സീനാണെന്ന് പോലും ഓർമ്മയില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ആൾക്കാരിങ്ങനെ കാണിച്ചു കൊണ്ടിന് കുറേ കോമഡികൾ, ക്രിഞ്ച് കോമഡി എങ്ങനെ പോവാണ്. ഇതിനിടയ്ക്ക് നായികയെ കുറേ നേരം കാണാനില്ലാത്തതുകൊണ്ട് വീണ്ടും നായിക കിടക്കട്ടെ എന്നുകൊണ്ട് നായികയ്ക്ക് വേണ്ടി കുറേ സീന്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ ഡാറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം പിന്നെ ആരെയും കാണാനില്ല. പിന്നെ രണ്ടുപേര് ഏറെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അങ്ങ് അവസാനിക്കുകയാണ്. ബാക്കി രണ്ടാമത്തെ ഭാഗത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പടം കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഏറിൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാടെ, വല്ലാത്തൊരു പടമായി പോയി ഇത്. തിയേറ്ററിൽ കാണാനൊക്കെ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കളർഫുള്ളും പൊടിയും ബഹളവും പറക്കലും ചുഴലിക്കാറ്റും പേമാരിയും ഇതൊക്കെ ഉണ്ട് സിനിമയിൽ. ഇതൊക്കെ ചുമ്മാ തിയേറ്ററിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിരുന്ന് കാണുക. പ്രത്യേകിച്ച് ഈ പഴയ വീരനായകന്മാരുടെ സിനിമയൊക്കെ എടുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ ടെംപ്ലേറ്റ്, ഒരേ കഥകളും ഒക്കെയാണ്, പശ്ചാത്തലവും രംഗങ്ങളും മാത്രം മാറി വരും. പക്ഷേ ഈ സിനിമയിൽ നോക്കുമ്പോൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ള മിക്ക രംഗങ്ങളും ഏതൊക്കെയോ സിനിമയിൽ, ഇപ്പോൾ ചാവ, ബാഹുബലി, സൈറ നരസിംഹ റെഡ്ഡി, ഇങ്ങനെ ഒരുപാട് സിനിമയിൽ വന്നു പോയ സാധനങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നല്ലാതെ ഇതിൽ വേറെ യാതൊന്നും ഈ സിനിമയിൽ തരാനില്ല. ഈ പടത്തിൽ പിന്നെ ഇതിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് പാറക്കെട്ടിടിഞ്ഞ് വീഴുന്നു, ചുഴലിക്കാറ്റ് നടക്കുന്നു, 1 to many ഫൈറ്റ്. ചാവയിലൊക്കെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കുറേ സാധനങ്ങൾ, മൃഗങ്ങളുമായിട്ടുള്ള പ്രശ്നം ഇതൊക്കെ ഉണ്ട്. പക്ഷേ അത് വൃത്തിക്ക് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ കഥയും കോപ്പവും നോക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് വൃത്തിക്ക് നമുക്ക് പൊളി അടുത്തെന്താന്നുള്ള ഒരു അതിന് റഷൊക്കെ തരുന്ന സാധനങ്ങളുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിട്ടും ലാഘവത്തോടെയാണ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ. എനിക്ക് CG ഇവർക്ക് തീരെ സഹിക്കാൻ പറ്റത്തില്ല. ഇതിടെ മറ്റേ ഡ്രോൺ ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്, പകുതി വരെ CG ചെയ്ത് വെച്ചിട്ട് ബാക്കി ചുമ്മാ ഈ പകുതി CG പകുതി എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൻ്റെ പകുതി CG അത്യാവശ്യം കുഴപ്പമില്ല ചെയ്ത് വെച്ചിട്ട് അങ്ങേയറ്റത്ത് വരുന്നതൊക്കെ അവർ പകുതി ചെയ്ത് വെച്ചിരിക്കുന്ന സ്കെൽട്ടൻ പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, ആ രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇതാണ് തീരെ ഈ പടത്തിൽ സഹിക്കാൻ പറ്റാത്തത്. ഭയങ്കര ഇറിറ്റേഷനായിരുന്നു പടം കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. പിന്നെ ഒരു സീനുണ്ട്, ഈ വീരമല്ലു മൃഗങ്ങളുടെ സ്ഥലത്ത് നമ്മൾ പോയിട്ട് അവരെ നമ്മൾ ആക്രമിക്കുന്നതിൽ എന്ത് ഔചിത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെച്ചിട്ട് കാട് മൊത്തം കത്തിച്ചുകളാണ് വീരമല്ലു. പക്ഷേ അപ്പോഴേക്കും ഇയാൾക്ക് എന്തോ മറ്റേ അതീന്ദ്രിയ ശക്തിയൊക്കെ ഉള്ളതുകൊണ്ട് മഴ പെയ്യിക്കാം, കൊടുങ്കാറ്റുണ്ടാക്കാം, അങ്ങനത്തെ ഒരു പ്രത്യേക ശക്തികളൊക്കെ ഈ മനുഷ്യനുണ്ട്. പിന്നെ ഇവരൊന്നും അല്ലാതെ പിന്നെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മരിച്ചുപോയ കോട്ട ശ്രീനിവാസ റാവു ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമ്മൾ കുറേ സിനിമകളിലൊക്കെ കണ്ടുവന്ന ഒരു പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ദുൽഖർ സൽമാൻ്റെ സിനിമ ഉണ്ടല്ലോ, മറ്റേ ലക്കി ഭാസ്കറിലെ അപ്പോൾ പിച്ചക്കാരായിട്ട് വന്നിട്ടുണ്ടെ അവരൊക്കെ ത്രൂ ഔട്ടുണ്ട്. അതുപോലെ മാർക്കോയിലെ വില്ലൻ കബീർ ദുഹാൻ സിംഗ്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമ. വേറൊരു സിനിമ കൂടി ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു, അപൂർവ പുത്രന്മാർ. അതിൻ്റെ ഒപ്പീനിയൻ ഞാൻ പതുക്കെ പറയടേ, വയ്യ, നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കട്ടെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.